ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്ന് നൈറ്റ് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ സാമ്പത്തികമായിട്ട് എന്ത് മെസ്സേജാണ്, സാമ്പത്തിക സിറ്റുവേഷൻ, ജോലി സംബന്ധമായി സാമ്പത്തികപരമായിട്ടും എന്ത് മെസ്സേജാണ് നൽകുന്നത്? റിലേഷൻ സംബന്ധമായിട്ട് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇന്ന് രാത്രി യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണ്? നമുക്ക് നോക്കാം. നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടും ജോലി സംബന്ധമായിട്ടും എന്ത് മെസ്സേജാണ്? ഇത് സ്റ്റാറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു അത്ഭുതമായിട്ടുള്ളൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഗ്രോത്ത് ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പം നിലവിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ഉയർച്ച ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്കൊരു ഉയർച്ച ആ ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ലഭിക്കുന്നു. ജോലി സ്ഥലത്ത് എന്തെങ്കിലും മാനസിക വിഷമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതെല്ലാം ബാലൻസ്ഡ് ആകുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾ വളരെ വിഷമിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ബാലൻസ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അടുത്തത് നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. 6 എന്ന് പറയുന്നത് തന്നെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ശുക്രൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കാൻ പോകുന്നു. റിലേഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ആണ് വരുന്നത്. ഓക്കെ, 6 ഇതുവരെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കോള് മെസ്സേജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു നീതി ലഭിച്ചില്ല എങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതുവരെയും നിങ്ങൾ അവരുടെ മുമ്പിൽ ഒന്നുമല്ലാത്ത രീതിയിലാണ് അവർ പെരുമാറിയിരുന്നതെങ്കിൽ നിങ്ങളോട് അവർ സ്നേഹത്തോടു കൂടിയൊക്കെ പെരുമാറുന്ന ഒരു എനർജി കാണുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്രപഞ്ചശക്തി എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്? ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല മനക്കരുത്തുള്ള ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരും, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് തകർന്നു പോകരുത്. നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് ഓടാൻ നിന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന് ചിന്തിച്ച് നിങ്ങളുടെ ചിന്താശക്തി ശക്തമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നാണ്